അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ആർക്കും വിളിച്ചൂടെ, വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത്. എനിക്ക് വട്ടാണോ? ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മന്ത്രി ഗണേശ് അണ്ണൻ കണ്ടല്ലോ, രാജിവെക്കൂ, പുറത്തു പോകൂ, രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കോര പ്രസംഗിച്ച് ഗണേശേട്ടൻ എന്തുകൊണ്ട് ഇപ്പൊ രാജിവെക്കുന്നില്ല? രാജിവെക്കൂ, എത്രയും പെട്ടെന്ന് രാജിവെക്കൂ. അപ്പോൾ നമുക്ക് വിഷയം കൂടുതലായിട്ട് സംസാരിക്കാനുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ മന്ത്രി ഗണേശേട്ടൻ അങ്ങനെ ചെറ്റ തൂക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അത് ഭാര്യ തൂക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഭാര്യ ആ സമയത്ത് പരാതിയും കാര്യങ്ങളായിട്ടൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയെങ്കിലും പോലീസുകാരെയൊക്കെ സമീപിച്ചെങ്കിലും അവരാരും ഏറ്റെടുത്തില്ല. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാ? മന്ത്രി ഗണേശ് ചേട്ടനല്ലേ. അതുകൊണ്ട് മാത്രം അതേ തുടർന്ന് അവർ കുറെ കാലം ഇങ്ങനെ ഉരുണ്ടും പരണ്ടും ഒക്കെ ഇരുന്നു. പക്ഷേ അവിടെ എനിക്കൊരു ഡൗട്ടുള്ളൊരു കാര്യം, ഇവരെന്നിട്ടും ഇങ്ങനെ കൂടെ ഉദ്ഘാടനങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് എവിടെയോ ഒരു ചീഞ്ഞുനാറ്റ് അടിക്കുന്നുണ്ട്. എങ്കിലും എന്റെ പൊന്നെണ്ണ, നിങ്ങളൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് ഉപദേശിച്ചായിരുന്നു. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നു. ഇപ്പൊ നിങ്ങളോട് ജനങ്ങൾ ചോദിക്കാണ്, കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഉളുപ്പിന്റെ അർത്ഥമെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് രാജിവെച്ചൊന്ന് പുറത്തു പോകണം കേട്ടാ. വേറൊന്നുമില്ല, രാഹുൽ മാങ്കൂട്ടം അവിവാഹിതനാണ്, അതായത് കല്യാണം കഴിക്കാത്തവനാണ്. അവൻ പലവരുടെ അടുത്തും പോയത് പിന്നെ അത് മറ്റേ കൺസെന്റോട് പോയിട്ട് അതിനെ പിന്നെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇട്ട് അണ്ണാക്കി കൊടുത്ത പരിപാടിയാണ് തന്തയില്ലായ്മ എന്ന് പറയുന്നത്. ആ പരിപാടിയാണ് അവിടെ നടന്നത്. പക്ഷെ അണ്ണന് ഭാര്യയുണ്ട്. ഭാര്യ ഉണ്ടായിരുന്നിട്ടും ആ ഭാര്യയെ ചതിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വച്ചിട്ടുണ്ടെങ്കിൽ അണ്ണൻ ചെയ്തത് ചെറ്റത്തനമാണ് കേട്ടോ. ഉള്ള കാര്യം പറയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പരസ്പര കൺസെന്റോടുകൂടി ചെയ്തതാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് ആ റിലേഷൻഷിപ്പിലുള്ള ആളെ ചതിച്ചിട്ട് വേറെ ഉണ്ടാക്കാൻ പോയതല്ല. മനസ്സിലായി? ഇപ്പൊ ഭാര്യയോ മക്കളോ ഒന്നും ഇല്ല. അങ്ങേരെ അല്ലാണ്ട് പ്ലേ ബോയ് ആയതാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഓരോ പെണ്ണുങ്ങൾ, അതും വേറെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അടക്കം വന്നിട്ട് അങ്ങേർക്കിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് അങ്ങേരെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അണ്ണൻ അങ്ങനെയല്ല. അണ്ണൻ ഒരു സിംഗിൾ ലൈഫ് അല്ല മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അണ്ണൻ ഭാര്യ ഉണ്ടായിരുന്നിട്ടാണ് അവരാധത്തിന് പോയത്, അതും ബന്ധുവിന്റെ വീട്ടിലേക്ക്. എന്തോ അണ്ണായത്. അണ്ണന് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. പോട്ട് എല്ലാം സഹിക്കാന്ന് വെക്കാം. പക്ഷെ അണ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് രാജിവെക്കാൻ പറഞ്ഞില്ലേ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ അണ്ണന്റെ ചെറ്റപ്പൊക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാര്യയുടെ ഒരു എക്സ്പ്ലനേഷൻ ആദ്യം കാണും. എന്നിട്ട് അണ്ണന്റെ ആ ഞെട്ടിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. അണ്ണന്റെ ഒരു ഞെട്ടലോടുള്ള ഞെട്ടലൊക്കെ നമുക്ക് കാണാം. ഇതെല്ലാം ന്യൂസ് ആദ്യം കേൾക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രണയത്തെക്കുറിച്ച്, തനിക്കുള്ള പ്രണയത്തെക്കുറിച്ച്, അതിന്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്നത് തലക്കെട്ടുകൾക്കിടയിൽ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തന്റെ കയ്യിലുണ്ടെന്നും ഗണേഷിന്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗണേഷിന്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു. ഇതാദ്യമായാണ് ബിന്ദു മേനോൻ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കുന്നത്. KG കമലേഷിനോട് ബിന്ദു സംസാരിച്ചു, കേൾക്കാം. ഓക്കെ, ഇവിടെ ഗണേഷിന്റെ വൈഫ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പോലും ഇടപെടത്തില്ല. മന്ത്രിയല്ലേ, മന്ത്രി ചെറ്റപ്പൊക്കിയാലും ചെറ്റത്തനം കാണിച്ചു കഴിഞ്ഞാലോ ഓഫ് കോഴ്സ് എന്തുമാകാം. അതുകൊണ്ട് ഇടപെടത്തില്ല. സംഭവ സ്ഥലത്ത് പോലീസുകാരുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഫോൺ പിടിച്ചു വാങ്ങാനാണ് നോക്കിയത്. എന്തായാലും വീഡിയോസും ഫോട്ടോസും ഈ പറയുന്ന ബിന്ദുവിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് പുറത്ത് വിട്ടിരുന്നേ കൊള്ളായിരുന്നു. നമുക്ക് ഗണേശേട്ടന്റെ ദസപ്പച്ചിട്ട മറ്റേ ഇതിലുള്ള ആ ഒരു റോളൊക്കെ വിട്ടിട്ട് ഗണേശേട്ടന്റെ ആ ഒരു ചെറ്റമൊക്കെ മറ്റേ പരിപാടി ഒന്ന് കാണാമായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഗണേശേട്ടന്റെ നമ്മുടെ മന്ത്രിയുടെ തുണ്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്, അല്ലറ ചില്ലറ കാര്യമൊന്നുമില്ല. പിന്നെ അത് നമ്മുടെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയുടെ തുണ്ട് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമാണ്. പുറത്തു വിടൂ. നമ്മുടെ അത്രയും ഉപദേശകരനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. അതുപോലെ
അണ്ണൻ നേരെ അന്യൻ റൊമാമ്പി കളിക്കുന്നുണ്ട്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ചെളിവാരി അടിച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പ്രണയമല്ലേ, പ്രണയിക്ക് നിങ്ങൾക്കില്ലേ പ്രണയം, എന്തുകൊണ്ടോ ഇത് ഈ സെറ്റപ്പ് പഠിച്ചിട്ടുണ്ട്, അടി കൊച്ചു കൊള്ളായി കൊള്ളാം, കുറുമ്പ് കൂടുന്നുണ്ട് ഗണേശേട്ടന്റെ. ശ്രീമതി കെ ബി ഗണേഷ് കുമാരൻ, ക്ഷമിക്കണം, മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീ ബിന്ദു മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, ഇന്നലെ മുതൽ ചില അഭ്യൂഹങ്ങൾ, പ്രചാരണങ്ങൾ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു KSC നേതാവ് ഒരു പോസ്റ്റും ഇട്ടു. ഇപ്പോൾ മന്ത്രി പറയുന്നത് എനിക്ക് പ്രണയം മാത്രമാണുള്ളത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, 112ലേക്ക് വട്ടുള്ളവർക്ക് ആർക്കും വിളിക്കാമല്ലോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്? താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. BJPയുടെ നേതാവല്ലേ, മേയറാകത്തിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ. ഓക്കെ, അത് വളരെ കറക്റ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും പവറിന്റെയും പൊസിഷന്റെയും കൂടെയൊക്കെ തന്നെ ആയിരിക്കും. അത് വേറെ മാറ്റമുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതാട്, അത് അങ്ങനെ ആട്. പൈസ ഉണ്ടാ, പവർ ഉണ്ടാ, നിനക്ക് അവിടെ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ബിന്ദു എന്ന് പറയുന്ന ഇവര് മറ്റേ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോകളൊക്കെ എടുത്തിട്ടും പോലീസുകാർ പോലും അത് കണ്ടിട്ട് ഇടപെട്ടിട്ടില്ല. എന്താ, മന്ത്രിയല്ലേ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, അവർ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അത് അങ്ങനെയാണല്ലേ. പവറും പണവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാ ഇവിടെ അമ്മച്ചിയുടെ മാവും കല, ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ എന്റെ പൊന്നെണ്ണ, നിങ്ങള് മാങ്കൂട്ടത്തിനെ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്നാ മറ്റേ അടുത്ത പറഞ്ഞു കളഞ്ഞായിരുന്നു. സത്യമുള്ള കാര്യം പറയാമല്ലോ. ഇമാതിരി ഊളത്തനം കാണിച്ചിട്ട് അപ്പുറത്ത് അവരെ ഉപദേശിച്ചു. ഇപ്പൊ ഉളുപ്പുണ്ടെങ്കിൽ തിരക്ക് രാജിവെച്ച് പോടാതെ. ഇപ്പൊ ജനങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഉളുപ്പുണ്ടെങ്കിൽ താൻ രാജിവെച്ച് പോടോ, അതാണ് പറയാനുള്ളത്. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി, ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാൻ ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം, ഇന്നലെ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും. ഗണേശേട്ട കുറച്ച് കില്ലാടി തന്നെ, എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു. എന്തോർത്തതാ പണി വച്ചിരിക്കേ. അറിയ മന്ത്രി, വാ അമേസിങ്. ഇമാതിരി ഒരു മന്ത്രിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ, ഉള്ള കാര്യം പറയാം. സ്വന്തം ഭാര്യ അടുത്ത് ഇമാതിരി അപരാധം കാണിച്ചു വെച്ചിട്ട് സ്വന്തം ഭാര്യയെ വച്ചും കൊണ്ട് വേറെ പോയിട്ട് അണ്ണൻ നന്മ മരം അല്ലേ. ഇപ്പൊ അണ്ണൻ പ്രണയത്തിനെ പറ്റിയിട്ട് അങ്ങ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അണ്ണന്റെ പ്രണയ കഥ കേട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നടാവേ അട്ട ഇത്രയും വലിയ ബോട്ടി കെട്ടറായിട്ട് തോന്നി ചിന്തിച്ചു. തനി കള്ളന്മാരാണല്ലോ പദവികളിൽ ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും കൊള്ളാം. പണ്ട് ഉള്ള ഏതൊക്കെ ഫോട്ടോകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, ആരൊക്കെ അവളൊക്കെ പിടിച്ചെടുത്ത് ഇടിച്ചു ഊകി വിട്ടിട്ടുള്ളത്. കൊള്ളാടെ. എന്തായാലും ഈ കൊമ്പത്തിരിക്കുന്നവന്മാരെ ഇമാതിരി ചെറ്റത്തനങ്ങൾ കാണിക്കുമ്പോഴാണ് അതിനേക്കാളും ഇത്. സ്വന്തം ഭാര്യയുണ്ട്, ഭാര്യ ഉണ്ടായിരുന്നിട്ടാണ് വേറെ അപരാധത്തിന് പോയിട്ടുള്ളത്. ഇവിടെ ഭാര്യ ഇല്ലാണ്ട് എല്ലാ ആണുങ്ങളൊന്നും അല്ല, കുറച്ചു പേരെങ്കിലും ഒക്കെ ചിലപ്പോൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കാണും കല്യാണത്തിനൊക്കെ മുന്നേ. എന്ന് വെച്ചിട്ട് ഇതൊരുമാതിരി തന്തയില്ലായ്മയാണ് കേട്ടോ കാണിക്കുന്നത്. ഭാര്യ ഉണ്ടായിരുന്നിട്ട് വേറെ പെണ്ണുങ്ങളെടുത്ത് പോവുക, ഭാര്യ ഇരിക്കുക, വേറെ റിലേഷൻഷിപ്പ് വയ്ക്കുക, അതൊക്കെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ നിങ്ങളൊന്ന് ഉപദേശിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾ പെർഫെക്റ്റ് ഡേ ആയിരിക്കുന്നത്. പിന്നെ സരിതയായിട്ടൊക്കെയുള്ള കഥകളൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല, എന്തൊക്കെയോ നാട്ടുകാരിങ്ങനെ കരക്കമ്പിൽ ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഗണേശേട്ടനിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലേ. ഇത്രയൊക്കെ തന്നെ ഇത്രയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ചിന്തിക്കുക.
കൊള്ളാം, അണ്ണന്റെ കുളിസിതങ്ങൾ പുറത്ത് ണ്ട് പക്ഷെ അതൊന്നും ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ എന്താ ശരിക്കും സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു എന്നുള്ളത്. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി എന്നിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നുമല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് കുട്ടിയും സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തൻ കയറ്റി. ശാന്തൻ കൊണ്ടുപോയി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക്. കലാകാരൻ തന്നെ. എന്തായാലും കൊള്ളാം, അണ്ണന്റെ കുൽസിതങ്ങളാണ് പുറത്ത്. ഇനി എനിക്കൊരു ഡൗട്ട് കേട്ടാ, ഇവരിനി ഇലക്ഷനായിട്ട് നിൽക്കുമെന്ന്. ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ജയിക്കും. ഗണേഷ് ഏട്ടൻ മുഞ്ചു. ആ ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നോമ്പിന്റെ പകിട ഇങ്ങനെ വരച്ച് വരുമ്പോ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ കയറി ഇലക്ഷൻ അങ്ങ് നിന്നേക്കും. നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സപ്പോർട്ടുകാർക്ക് കിട്ടും. കാരണം ഇങ്ങർക്ക് എതിരായിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ കുൽസിതം കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇങ്ങനെ വെറുത്ത ആൾക്കാരും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ മന്ത്രി എന്ന നിലയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ പ്രകസനങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഗതാഗതം ഉണ്ടാക്കുന്നു, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറെ പട്ടികകളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ ലിറ്ററലി ഫ്ലോപ്പാണ്. സ്വന്തം ഭാര്യ വെച്ചും കൊണ്ട് വേറൊരുത്തിയിലൂടെ അപരാധിക്കാൻ പോയത് താനൊക്കെ ഉളുപ്പുണ്ടോ തനിക്കൊക്കെ എന്ന് ചോദിക്കാനുള്ളൂ വെച്ച് മലയാളത്തിൽ. എന്നിട്ട് താനൊക്കെ അങ്ങ് വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അന്ന് പറഞ്ഞത് കേൾക്കണം. അത് കേട്ടോ കേട്ടാ. അത് കേൾക്കുമ്പോൾ തന്നെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അമ്മാതിരി ഊളത്തനങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. നിങ്ങളൊക്കെ ഒരു മന്ത്രിയാണോ? എന്തുവാടോ? പോട്ടെ, ഒരു കുടുംബസ്ഥനാണോ? ഒരു ഫാമിലി മാനാണോ? ഒരു ഭർത്താവാണോ? നല്ലൊരു ഭർത്താവാണോ താനൊക്കെ? തനിക്കൊക്കെ ഉളുപ്പുണ്ടോ? മോശം. ഇവിടെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് ഭാര്യ അല്ലെങ്കിൽ തന്നെ പോലെ ഉള്ളവന്മാരൊന്നും പെണ്ണ് കിട്ടാൻ പോകരുത്. അവരാഴ്ചങ്ങ് നടന്നോ. അല്ലാതെ പെണ്ണ് കിട്ടിയിട്ട് അവളെ വെച്ചിട്ട് മൂഞ്ചിച്ച് അവളെ അണ്ണാക്കി കൊടുത്തിട്ട് വേറെ പിടിക്കാൻ പോകുന്നത് മറ്റേടുത്ത പരിപാടിയല്ലേ. അത് മന്ത്രി ആയതുകൊണ്ടല്ല, ആരായാലും അത് ചെറ്റത്തനമാണ്. അല്ലാണ്ട് വേറൊരു വാക്കിൽ പറയാനില്ല. എന്തായാലും മറ്റേ മാങ്കൂട്ടത്തിനെതിരെ അന്ന് പ്രതികരിച്ച പ്രതികരണം ഒന്ന് കാണാം. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങളെ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്. എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. എന്തോ ഒരു സാധനം. തനിക്ക് ഉളുപ്പുണ്ടോ? ഇതെന്തുവാ താൻ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പരസ്പര ഇഷ്ടത്തോടെ പലരുമായിട്ട് ബന്ധം വച്ചു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതും അവളുമാരെ നിങ്ങളെ പോലുള്ളത് ഇറക്കിയതാണ്. കാരണം ഇലക്ഷൻ ടൈം ആവുന്നതുകൊണ്ട് അങ്ങേരെ കരിയർ തകർക്കാനും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ തൊലച്ച് പണ്ടാറെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറക്കിയത്. അങ്ങേര് കല്യാണം കഴിച്ചിട്ട് അങ്ങേരെ ഭാര്യ ചോദിച്ചില്ല എങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഒരിക്കലും. ഇവിടെ നിങ്ങൾ എന്താ കാണിച്ചത്? സ്വന്തമായിട്ടൊരു ഭാര്യ ഇരിക്കുക, വേറെ വല്ലവളുമായിട്ട് ബന്ധം വെച്ച്. തനിക്ക് ഉളുപ്പുണ്ടെങ്കിൽ, തനിക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ താൻ നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്ന് താൻ ഒന്ന് രാജിവെച്ച് പുറത്തിറങ്ങും. തനിക്ക് എവിടെയെങ്കിലും ഉളുപ്പിന്റെ അർത്ഥം എങ്കിലും അറിയാമെങ്കിൽ പറ്റുമോ? അന്ന് വലിയ ഓരോ അടിച്ചല്ല പ്രസംഗം. തനിക്ക് പറ്റുമെങ്കിൽ താൻ ആ പൊസിഷനിൽ നിന്നൊന്ന് താഴെ ഇറങ്ങി. ഇനി ഈ ഭാര്യ ഇങ്ങനെ ഒരു ആരോപണം വെച്ച് ഇതിനു ശേഷം
കിടന്ന് ഉരുളുന്ന കാണണം. പ്രണയിക്ക് നിങ്ങൾക്കില്ലേ പ്രണയം? തനിക്ക് ഉളുപ്പുണ്ടോടോ? തനിക്ക് ഉളുപ്പുണ്ട്? താൻ ഏത് പൊസിഷനിലായിരിക്കുന്നേ? ഭാര്യയും വെച്ചും കൊണ്ട് വേറെ അപരാധിക്കാൻ പോയിട്ട് അയ്യേ കണ്ടു നോക്കുക. ഈ 112 വിളിച്ച് പരാതി പറഞ്ഞത് ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് അതെ, തന്റെ പുസ്തകം നല്ലപോലെ തുറന്നിട്ടിട്ടുണ്ട്. ആ പുസ്തകം തുറന്നിട്ട് എന്റെ ഭവിഷ്യത്താണ് ഇങ്ങനെ ആയത്. തനിക്ക് ഉളുപ്പുണ്ട് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ? ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു അനുവാദിക്കാരനാണോ? മറ്റേതാണോ മറിച്ചതാണോ? അല്ല, തന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന്. എങ്കിൽ തനിക്ക് ഉളുപ്പുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ? അതിൽ കയറി അന്ന് വലിയ കോര അങ്ങോട്ട് അടിച്ചല്ലോ രാജിവെച്ച് പുറത്തു പോകാൻ. തനിക്ക് ഉളുപ്പുണ്ട്? നിലപാടുണ്ടോ? താൻ എന്തായി വിളിച്ച് പറയുന്നേ? അയ്യേ, പുച്ഛം. വളരെയധികം പുച്ഛം. സീരിയസ്ലി പറയാം, പുച്ഛം മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നിങ്ങൾ അന്ന് വലിയ കോര അടിച്ച പ്രസംഗവും നമ്മൾ കേട്ടതാണ്. ഇപ്പൊ വന്നിട്ട് പറയുന്നു എന്റെ പേഴ്സണൽ കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടല്ലേ. അങ്ങനെയാണ് രാഹുലിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ താനൊക്കെ എന്തിനാ ഇടപെട്ടെ? ഇപ്പൊ തന്റെ കാര്യം വന്നപ്പോ ആഹാ, മറ്റവന്റെ കാര്യം വന്നപ്പോ ഓഹോയാ, ഇതോളല്ല, ഇത് മറ്റേടുത്ത പരിപാടി ആയിപ്പോല്ലോ. അയ്യേ, ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ? പഴയതുപോലെ ഇലക്ഷൻ അടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്. അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. ഭൂരിപക്ഷം ഈ സഹോദരിമാരോട് ഉള്ളിടത്ത് അങ്ങനെ എന്നെ തോപ്പിക്കാൻ പോകില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിന് അവരെ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നത് കൈവച്ചിരുന്നാൽ മതി. എനിക്ക് തന്നെ പോലെയുള്ളവർ ഈ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് തന്നെയാണ് ഓരോ സ്ഥാനങ്ങൾ പിടിച്ചു പറ്റുന്നത്. ഇപ്പൊ തന്നെ അടിക്കുന്നു, ഓ ഈ പാവ സഹോദരിമാരെ എനിക്ക് വോട്ട് ചെയ്യും. ഇത് കാണുമ്പോൾ സ്ത്രീകൾ വിചാരിക്കും ഞങ്ങളിപ്പോഴും മറന്നിട്ടില്ല. ഈ ഒരു ഒറ്റ ചിന്തയിൽ അവർ വീണ്ടും വോട്ട് കൊടുക്കും. സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജീവിക്കുന്ന കുറേമാരാണ് ഇതുപോലുള്ളവന്മാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജീവിക്കുന്നു, അത് തന്നെയാണ് അവരെ വിഡ്ഢികളാക്കുന്നു. ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ സാധാരണക്കാരെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് എന്ന് അവർക്ക് തോന്നും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു അർത്ഥം. തനിക്ക് ഇപ്പോൾ തന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് വലിച്ചു കീറത്തില്ലായിരുന്നു, വേറൊന്നും കൊണ്ടല്ല. താൻ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പറഞ്ഞത് ഇപ്പൊ താൻ പറയുന്നത് നിലപാടുണ്ടോ, ഉളുപ്പുണ്ടോ? ഇല്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഓരോ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ പാവപ്പെട്ട എന്നെ മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ പ്രണയം വേറെ, കുഴപ്പ് വേറെ കേട്ടാ. ഈ ഒരു ഭാര്യ ഇരിക്കുമ്പോൾ അവളെടുത്തില്ലാത്ത പ്രണയം തനിക്ക് വേറെ ഉള്ളടുത്ത് മാറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കഴപ്പെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ താൻ ആ ഭാര്യയുടെ ഊഴ്സ് ഇട്ട് താൻ കഴപ്പ് കാണിക്കാനോ പ്രണയം കാണിക്കാനോ പോവും. തള്ള എന്നാ രീതിയിലടാ മലത്ത് ഉൾട്ടടിച്ച്. താനൊരു നല്ല ഒന്നാന്തരം പാർട്ടിക്കാരൻ തന്നെ, ഉൾട്ടടിച്ചങ്ങ് പിടിച്ച് പ്രണയം. ജവഹർലാൽ നെഹ്റുവായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. ഗാന്ധിജി, അയ്യോ, അതിൻ്റെ ഇടയിൽ മമ്മൂട്ടിനെ ലാലേട്ടനെയും കൂടി പിടിച്ചിട്ടിട്ടുണ്ട്. ഈടാ തള്ള ഇങ്ങനെ ഒരു 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 ചിരിക്കാണ്ട് എന്ത് പറയാൻ, നേരെ പിടിച്ച് ഗാന്ധിജിയായിട്ട്, നെഹ്റു, OMB, മാധവിക്കുട്ടി, ഹിന്ദു എന്നടേ നിങ്ങൾ. ഒരു സകലകല വല്ലതും തന്നെ. ഒരു നടനും കൂടി തന്നെയാണ് കേട്ടോ, ഒരു നടൻ, നല്ല അഭിനയിക്കാൻ അറിയാന്നുള്ള ഒരു നടൻ. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നേരെ ജവഹർലാൽ നെഹ്റുവായിട്ട് കമ്പയർ ചെയ്ത് പ്രണയം തെറ്റാണോ? ഭാര്യ വെച്ചുകൊണ്ട് വേറെ അപരാധിക്കാൻ പോയിട്ട്, കഴപ്പ് തീർക്കാൻ പോയിട്ട് പ്രണയം തെറ്റാണോ? അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യ വേർപെടുത്തണമായിരുന്നു. കഷ്ടോടെ കഷ്ടം. ഇതെല്ലാം ഒരു പൊതു പ്രവർത്തകൻ കോപ്പാണ്. എന്തിന് അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്ന ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലയോ? അത് പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ
ഈ മദ്യത്തിന്റെ കേസ് പറയുന്നത് നിങ്ങളുടെ സർക്കാർ തന്നെയാണ് വിറ്റ് തൊലച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ പാവങ്ങളുടെ നെഞ്ചത്ത് കുടുംബങ്ങളെ കലക്കാനും ഓരോ പരിപാടിക്കായിട്ട് മദ്യം വിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് വിട്, അതിലോട്ട് ഇനി കയറി കഴിഞ്ഞാൽ വേറെ സംസാരിക്കേണ്ടി വരും. അപ്പോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഉപദേശിച്ച നിങ്ങൾ ഇമ്മാതിരി ചെറ്റത്തനം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നു. കൊള്ളാലോടെ, താനൊക്കെ എന്നാ ഉൾട്ടടിക്കുന്നത്. സകലകലാ വല്ലഭം തന്നെ. ഭാര്യയെ തൂക്കി, തന്റെ അവിഹിതം ഭാര്യയെ തൂക്കിയപ്പോ അതിനെ ഉൾട്ടയടിച്ചിട്ട് പ്രണയം ജവഹർലാൽ നെഹ്റുവായിട്ട് കമ്പയർ ചെയ്യുന്നു. തന്റെയൊക്കെ ഒരു തൊലിക്കട്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നടവേ? ഇതിനെതിരെ ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. അതൊന്നും കാണാം. ഗണേഷ്കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം ഫേസ്ബുക്കിൽ പോസ്റ്റ്. നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112 ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? കറക്റ്റ് അല്ലേ? ഇതൊന്നും നടക്കത്തില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവരാ മന്ത്രി ഗണേഷ് കുമാർ. അതാണ് അതിന്റെ ഇത്. എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുട്ടിക്കിയതാണ്. അങ്ങനെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോ അപരാധി മോളുകൾ അങ്ങനെ കൂടെ കിടന്നിട്ട് പിന്നെ വന്നിട്ട് അങ്ങേർക്കിട്ട് അടിച്ചതാണ്. അങ്ങനെ അടിച്ചാണ്. അങ്ങേരിപ്പോ ഒരു പെണ്ണിനെ ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ് തകർക്കുക അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറയുന്നവർക്ക് വേറെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉള്ളവളാണ്. അവള് വന്നിട്ട് ഇപ്പുറത്തുനിന്ന് വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതെന്താ എന്ത് ക്വാളിറ്റി ഇരിക്കുന്നതിൽ? പണത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തകള് ഇങ്ങേരെ കരി വരുത്തയച്ചു. അത് തന്നെയാണ് ഇങ്ങേരുടെ കേസിൽ നടന്നിട്ടുള്ളത്. പക്ഷെ ഗണേഷ് കുമാറിന്റെ കേസിൽ അങ്ങനെയല്ല. സ്വന്തം ഭാര്യ ഇരിക്കെ വേറുള്ളവരുമായിട്ട് അവരാധിക്കാൻ പോയിട്ട് കൊണ പ്രണയം ജവഹർലാൽ നെഹ്റു ആണെന്ന്. നാണമില്ലേ തനിക്ക്? അയ്യേ, ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളിത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. ഇപ്പോൾ രാഹുല് അല്ലേ? അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഇപ്പോൾ ഈ PK ശശിയെ ഈ UDF-ഉമായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടി എടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയം? ഓക്കെ, രാഹുൽ മാങ്കൂട്ടം നൈസായിട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. ഈ മറ്റേ അപരാധികൾ വന്നിട്ട് ഒരു സമയം കൂടെ കിടന്നിട്ട് പിന്നെ വന്നിട്ട് മറ്റേടുത്ത വർത്തമാനം പറയുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഗണേഷ് ഏട്ടാ, ഭാര്യ ഇരിക്കുക വേറെ അപരാധിക്കാൻ പോയിട്ട് ജവഹർലാൽ നെഹ്റുവായിട്ട് കമ്പയർ ചെയ്ത നിങ്ങളുടെ മനസ്സ് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വാട്ട് എ സ്പഷ്ട്. ഇതുപോലുള്ളവന്മാരാണ് നമ്മുടെ നാടിന്റെ ജാവം. ഉള്ള കാര്യം പറയല്ല. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇതുപോലുള്ളവന്മാരെ വീണ്ടും ജയിപ്പിച്ചു. അതാണ് അതിനേക്കാളും വലിയ അത്ഭുതം. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതുപോലെ വീട്ടിൽ കയറിയിട്ട് കല്ലെറിഞ്ഞ് ഓട്ടിക്കേണ്ട ടീമുകളാണ്. നാട്ടുകാർ കയറി കല്ലെറിഞ്ഞ് പൂശാതിരുന്ന കൊള്ളാം. ഇത് അപരാധങ്ങളൊന്നും കാണിക്കുന്നത്. പിന്നെ അങ്ങനത്തെ ഭാര്യയുടെ അവസ്ഥ അല്ലാതെ എന്ത് പറയും? ഒരു ഗതിയിട്ടവൻ്റെ അവിടെ ഇറങ്ങിപ്പോയി മീൻസ് ജീവിച്ചു തുടങ്ങി ഇതുപോലെ അവസ്ഥ. ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.